ലാവ്ലിൻ കേസിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് 3 ആഴ്ചത്തെ സമയം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ അപേക്ഷ. മുൻ ഊർജ്ജ സെക്രട്ടറി മോഹനചന്ദ്രന്റെ അഭിഭാഷകനാണ് സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയത്. മിജി പി ജോസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിജി, കൂടുതൽ വിവരങ്ങൾ. കോടതി തിങ്കളാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ വന്നിട്ടുള്ളത്. കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കണം എന്നുള്ള ആവശ്യമാണ് അപേക്ഷയിലുള്ളത്. ലാവ്ലിൻ കേസിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിനായി 3 ആഴ്ചത്തെ സമയം അനുവദിക്കണമെന്നും ഈ ഒരു അപേക്ഷയിൽ പറയുന്നുണ്ട്. മുൻ ഊർജ്ജ സെക്രട്ടറി ആയിട്ടുള്ള മോഹനചന്ദ്രന്റെ അഭിഭാഷകനാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. കേസിൽ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇത് 3 പേരെ നേരത്തെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള 3 പേരെ കുറ്റവിമുക്തരാക്കിയിരുന്നു. തുടർന്നാണ് CBI സുപ്രീം കോടതിയെ സമീപിച്ചത്. ഒപ്പം ശേഷിക്കുന്ന 3 പേരുടെ ഹർജികളും സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ തുടർ നടപടികൾ, അന്തിമവാദം അടക്കമുള്ള തുടർ നടപടികൾ ഒന്നും തന്നെ നടന്നിരുന്നില്ല. ഈ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കടക്കാനായിരിക്കാം തിങ്കളാഴ്ച കേസ് പരിഗണിക്കാനിരുന്നിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ കൂടി കോടതിക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു ആവശ്യം പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കുകയാണ് എങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കമുള്ളവർക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും. കാരണം തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ തോതിൽ ഈ ഒരു വിഷയം, അതായത് കോടതി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാമർശമോ നിരീക്ഷണമോ നടത്തി കഴിഞ്ഞാൽ അത് വലിയ തോതിൽ ചർച്ചയാകാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ശരിയാണ്. മിജി പി ജോസ് ആണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.